ഹായ് ഹലോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റ്. നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ രാവിലെ തന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പണികൾ തുടങ്ങാമെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ നല്ല വിശക്കാൻ തുടങ്ങും കേട്ടോ. പിന്നെ രാവിലെ എനിക്ക് എന്താ ഉണ്ടാക്കേണ്ടത് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ തലേ ദിവസം തന്നെ കള്ളപ്പത്തിന് വേണ്ടിയിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കള്ളപ്പെന്നും വെള്ളയപ്പെന്നും ഒക്കെ പറയും. അമ്മ വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നും ഇതിന് കിട്ടില്ല. കാരണം ഈസ്റ്റ് വെച്ചല്ലേ അരച്ചത്. കള്ള് വെച്ച് അരച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. എന്താണേലും ഈ കള്ളപ്പൊക്കെ ഒന്ന് ചുട്ടതിന് ശേഷം ഞാൻ വിചാരിച്ചു കുറച്ച് ബീഫ് കറി തലേ ദിവസത്തെ ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ചെറിയൊരു ചാറ് പോലെ ആക്കിയിട്ടോ. എന്നാൽ പിന്നെ ഫുഡൊക്കെ എടുത്തു വെച്ചതിന് ശേഷം നമ്മുടെ സായക്കുട്ടനെ വിളിക്കാമെന്ന് വിചാരിച്ച് ഞാൻ റൂമിൽ ചെന്നപ്പോൾ എന്താ നല്ല ഉറക്കമാണ് കേട്ടോ. എന്ത് ചെയ്താൽ എഴുന്നേൽക്കുന്നില്ല. എന്നാൽ ആ സമയം കൊണ്ട് ഞാനും അജേഷേട്ടനും കൂടെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ സായക്കുട്ടൻ എഴുന്നേൽക്കും, പിന്നെ അവനെ റെഡിയാക്കും, ഫുഡ് കൊടുക്കണം, എന്തൊക്കെ പണികളാ. അപ്പം പിന്നെ വേഗം തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ ചെറുതായിട്ടൊന്ന് ടി വി ഒക്കെ കാണാമെന്ന് വിചാരിച്ചു. സായക്കുട്ടൻ എഴുന്നേറ്റ് വന്ന് അവൻ്റെ കയ്യിലല്ലേ റിമോട്ട്, നമുക്കൊന്നും കാണാൻ പറ്റില്ല. നമ്മുടെ സായക്കുട്ടൻ എഴുന്നേറ്റ് വന്നു കേട്ടോ. അവന് ചോദിച്ചപ്പോൾ ഉറങ്ങിയോ എന്ന് ചോദിച്ചപ്പോൾ ഉറങ്ങിയില്ല. അച്ഛൻ എന്തിയേ, അച്ഛന് പോയോ, ഇതൊക്കെയാണ് കേട്ടോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് നേരം സായക്കുട്ടനോട് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം അവനെ പല്ലൊക്കെ തേപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവന്ന് അച്ഛനെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും കൂടെ വലിയ സ്നേഹത്തിൽ ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോൾ അടിയായി, വീഴിച്ചിലായി, കരച്ചിലായി, ബഹളായി. എന്തായാലും ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ പണികളൊക്കെ തീർക്കട്ടെ. ഞാൻ വേഗം ഓടി വന്ന് അടുക്കളയിൽ വന്ന് ആ ചോറ് അടുപ്പത്തിട്ടു. പിന്നെ ചെറിയൊരു ചീരത്തോരൻ വെക്കാമെന്ന് വിചാരിച്ച് ചീരയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു കേട്ടോ. ചാറ് കറിക്ക് വേണ്ടിയിട്ട് പരിപ്പ് കറിയാണ് കേട്ടോ വെച്ചത്. പിന്നെ മീൻ മറക്കാൻ വെച്ചു, അത് പൊടിഞ്ഞും പോയി കേട്ടോ. പിന്നെ നമ്മുടെ തോരന് വേണ്ടിയിട്ട് തേങ്ങ പൊട്ടിച്ചു. അതിൻ്റെ തേങ്ങാവെള്ളം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അമ്മ വീട്ടിൽ പൊട്ടിക്കുമ്പോൾ ഒക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മുടെ സായിക്കുട്ടിന് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ ഞാനത് അജേഷേട്ടന് കൊടുത്തു കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് കൊണ്ടുവന്ന് തന്ന ഒരു ലൗലോലിക്കയാണ് കേട്ടോ. റൂബിക്കാന്ന് ലൗലോലിക്ക എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കാന്താരിമുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അത് ചെറിയൊരു ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. നല്ല പുളി ഉണ്ടായിരുന്നു. ആ കാന്താരിമുളകിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതെല്ലാ പണികളും കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ നമ്മുടെ ആശാൻ ഇവിടെ എല്ലാം നിരത്തിയിട്ടിട്ടുണ്ട്. എത്ര റെഡിയാക്കിയാലും ഇങ്ങനെയൊക്കെ തന്നെയാകും. എന്നാലും എല്ലാം ഒന്ന് നീറ്റാക്കി ഞാൻ ഇട്ടു കേട്ടോ. എന്നിട്ട് പോയി ഞാൻ വേഗം കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഫുഡെല്ലാം എടുത്തു വെച്ചിട്ട് നമ്മുടെ പരിപ്പ് കറിയും മീൻ വറുത്തതും തോരനും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇവരെ ഇവിടെ വരുത്തുക എന്നുള്ളതാണ് വേറെ പരിപാടി. ഫുഡ് എടുത്ത് വെക്കുന്നവർ ബഹളമായിരിക്കും, വിശക്കുവാന്നും പറഞ്ഞിട്ട്. ഇപ്പം ഫുഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടുപേർക്കും വരാൻ നേരെയില്ല. ഞാനിവിടെ ഇരുന്ന് വിളിക്കാൻ തുടങ്ങി, അവരവിടെ വെറുതെ ഇരുന്ന് ടി വിയും കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്താണേലും രണ്ടുപേരും എൻ്റെ വിളിയുടെ ശല്യം കൊണ്ട് എഴുന്നേറ്റ് വന്ന് ഫുഡ് കഴിക്കാൻ വന്നിരുന്നു കേട്ടോ. നമ്മുടെ സായക്കുട്ടൻ മീമർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ അവർ പറയുന്നത്. ചോറൊന്നും കഴിക്കുന്നില്ല, മീമർത്ത് തരാനാണ് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഒന്നോടെ മാറി കൊടുക്കണം. എന്താണേലും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. വൈകുന്നേരം സായിക്കുട്ടനെയും കൊണ്ടൊന്ന് പുറത്ത് സൈക്കിൾ ചവിട്ടാൻ വേണ്ടി പോകണം. പിന്നെ വൈകുന്നേരം റെഡിയായി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. വെൽക്കം എമ്മി. വെൽക്കം. വെൽക്കം. എമ്മി പകുതി അവിടെ പോയി. എന്നാ വേറെ പാട്ട് പാടാം നമുക്ക്. എന്നാ വേറെ പാട്ട് പാട്. ഏതാ പാടാൻ പോകുന്നത്? ഒച്ച പാട്. ഒച്ച പാട്. സൗണ്ട് ഇല്ല. പിന്നെ നമ്മൾ സൈക്കിളുമായിട്ട് സായക്കൂട്ടനെയും കൊണ്ട് പുറത്ത് പോയി. അവന് സൈക്കിൾ ചവിട്ടാൻ വേണ്ടിയിട്ട് പുറത്തിട്ടോ. പക്ഷേ അവിടെ ചെന്നിട്ട് കുറച്ച് നേരം സൈക്കിളൊക്കെ ചവിട്ടിയതിന് ശേഷം പുള്ളി ഇതിലെയൊക്കെ ഓടി നടക്കുമായിരുന്നു കേട്ടോ. വേറെ കുറേ പരിപാടികൾ, തലകുത്തി മറിയുന്നു, ഇതൊക്കെയായിരുന്നു അവിടെ പരിപാടികൾ. സൈക്കിളൊന്നും വലിയ കാര്യമായിട്ട് ചവിട്ടിയൊന്നുമില്ല. അവിടെ ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിലെ ഓടി നടക്കുക, അതൊക്കെ തന്നെ പരിപാടികൾ, വേറെ ഒരു പരിപാടിയില്ല. പിന്നെ ഞങ്ങൾ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സായക്കൂട്ടൻ നല്ല ഉറക്കമായി കേട്ടോ. അങ്ങനെ ഞങ്ങളും കിടക്കാൻ പോവാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.